വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതിയെ പുറത്തേക്ക് ഇറക്കുകയാണോ എന്നൊരു സംശയം ഉണ്ട്. അതെ അതെ, ഗ്രീഷ്മയെ പുറത്തേക്ക് ഇറക്കുകയാണ്. ഗ്രീഷ്മയ്ക്ക് യാതൊരു ഭാവഭേദമില്ലാതെ തന്നെയാണ് ഗ്രീഷ്മ കോടതി മുറിക്കുള്ളിൽ വധശിക്ഷാ പ്രസ്താവന അല്ലെങ്കിൽ ആ വധശിക്ഷാ വിധി പ്രഖ്യാപനം കേട്ടത്. ഇതായിപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുകയാണ് ഗ്രീഷ്മയെ. ഏതെങ്കിലും തരത്തിലുള്ള ഭാവവ്യത്യാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഈ പറയുന്ന പ്രായത്തിൻ്റെ ഇളവിൽ പുറത്തേക്ക് പോകാം എന്ന വല്ലാത്തൊരു കോൺഫിഡൻസ് പ്രതിക്കും പ്രതിഭാഗം അഭിഭാഷകർക്കും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. അത് ഒരു ഘട്ടത്തിൽ എനിക്ക് കിട്ടുകയാണെങ്കിൽ പരമാവധി ജീവപര്യന്തം, അത് 14 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് 38 വയസ്സ്, അത് കഴിഞ്ഞാൽ ജീവിച്ചോളാം എന്ന തരത്തിൽ ഈ ഗ്രീഷ്മ പറഞ്ഞു എന്ന രീതിയിൽ ചില റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. എന്തായാലും ആ പ്രതീക്ഷകൾക്കൊക്കെ അവസാനമാകുന്നു. 24 വയസ്സേ ഉള്ളൂ പ്രായം. ഈ പ്രായം, ഒരു ചെറിയ പ്രായം എന്ന് പറയുന്നത് ഒരു ഉപാധിയാണ്, ഒരു ആയുധമാണ്, ഒരു ഉപായമാണ് എന്ന മട്ടിൽ തന്നെയായിരുന്നു, അല്ലെങ്കിൽ ആ പ്രായം വെച്ച് തന്നെയായിരുന്നു ഇവരുടെ വാദങ്ങളുടെ സ്ട്രാറ്റജി നിർമ്മാണം. പക്ഷേ അതൊക്കെ പൊളിഞ്ഞു കോടതി കൃത്യമായി തന്നെ പറയുന്നു പ്രായത്തിൻ്റെ ഇളവ് നൽകാൻ കഴിയില്ല. അതിന് കാരണം എന്താണ്? അതിന് കാരണം ഗ്രീഷ്മയ്ക്കും ഷാരോണും ഒരേ പ്രായമാണ്. ഷാരോൺ ഇല്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് ഗ്രീഷ്മയ്ക്കും നൽകേണ്ടതില്ല എന്ന് കോടതി തീരുമാനിക്കാനുള്ള കാരണം ഇരുവർക്കും ഒരേ പ്രായമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഭൂലോകത്ത് നിന്നും തുടച്ചു നീക്കിയ ഷാരോൺ, അതും ഏറ്റവും ക്രൂരമായി, ഏറ്റവും സ്ട്രാറ്റജിക്കലായി സ്ലോ പോയിസണിങ്ങിലൂടെ ഇഞ്ചിഞ്ചായി കൊല്ലുക എന്ന രീതി ഉപയോഗിച്ചുകൊണ്ട് 11 നാൾ കിടക്കയിൽ കിടത്തി കൊടിയ വേദന അനുഭവിച്ച് കൊന്നുകളഞ്ഞ ഷാരോണിൻ്റെ വേദന കോടതി കൃത്യമായി തന്നെ കാണുന്നു. അതുകൊണ്ടാണ് ആ അമ്മയുടെ കണ്ണീർ ഈ ദിവസം അത് ഷാരോണിന് നീതി കിട്ടിയെന്ന സന്തോഷത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ആശ്വാസത്തിൽ നിന്നുള്ള കണ്ണീരാണ് എന്ന് നമുക്ക് തോന്നുന്നത്. കോടതി മുറിക്കുള്ളിൽ നിരവധി ആളുകൾ ഈ വിധി പ്രസ്താവം കേൾക്കാൻ തടിച്ചുകൂടിയിരുന്നു. അതിന് കാരണം അത്രത്തോളം കേരള മനസാക്ഷി ഞെട്ടിച്ച ഒരു കേസായിരുന്നു, ക്രൂരതയായിരുന്നു ഇത്. കോടതി മുറിക്കും അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ തന്നെ തുടരുന്നു ഷാരോണിൻ്റെ അമ്മ പ്രിയയും ഷാരോണിൻ്റെ സഹോദരൻ ഷീമോൻ്റെയൊക്കെ ഇടപെടൽ, അല്ലെങ്കിൽ ഷീമോന് ഇട്ടുകൊടുത്ത വോയിസ് ക്ലിപ്പൊക്കെ ഈ കേസിൽ, ഗ്രീഷ്മ കൊടുത്ത വോയിസ് ക്ലിപ്പൊക്കെ ഈ കേസിൽ ഏറ്റവും നിർണായകമായ തെളിവായി. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായത് ഈ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്ന പോലെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്ന രീതിയിൽ അത് പകർത്തേണ്ടതില്ല, അത് ഫോണിൽ എടുക്കുന്ന എന്തിനാ എന്ന് ഗ്രീഷ്മ ചോദിച്ചപ്പോഴും എടുക്കാൻ ഷാരോൺ എന്തുകൊണ്ടോ കാണിച്ച ദൈവത്തിൻ്റെ ഇടപെടൽ എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ ഇടപെടലിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. കൃത്യമായി ജ്യൂസ് ചലഞ്ച് തന്നെയാണ്. അത് പാരസെറ്റമോൾ കൊടിയ അളവിൽ കലർത്തി കൊടുത്ത് ആ കൊലപാതക ശ്രമമാണെന്ന് കോടതി കണ്ടെത്തുന്നു. ആ കൊലപാതക ശ്രമം തന്നെയാണ് പ്രതിക്ക് നേരത്തെ കുറ്റവാസനയില്ല അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന പ്രതിഭാഗത്തിൻ്റെ വാദത്തിൻ്റെ മുനയെ ഒടിച്ചു കളഞ്ഞത്. ആ ദൃശ്യങ്ങൾ കൃത്യമായും ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറിനുള്ള സാക്ഷ്യമായി മാറി എന്നതാണ് സത്യം.